കുറച്ച് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഉത്സവ നോട്ടീസ്, പോസ്റ്റർ എന്നിവയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ അശ്വതി എന്നൊരു ലെറ്റർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ലെയർ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി കൺട്രോൾ ചെയ്തെടുത്ത് ഒരു കോപ്പി എടുത്ത് ഒരു ലെയർ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെയറിനെ റാസ്റ്ററൈസ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത്രയും സെലക്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു. കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്തു പേസ്റ്റ് ചെയ്തു. അത് ഓരോ അക്ഷരങ്ങളായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആ ഓരോ അക്ഷരങ്ങളായിട്ട് നമുക്ക് വരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ ആ ഒരു ലെയറിനെ കട്ട് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെ നമുക്കത് പേസ്റ്റായി കിട്ടും, കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് കൊടുക്കുമ്പോൾ. ഓക്കെ, ഇനി ആ എന്ന ലെറ്ററിനെ നമുക്ക് വരച്ച് അല്പം ഒന്ന് ഷേപ്പ് വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാൻ പെൻ ടൂൾ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ആയുടെ ആദ്യത്തെ ആ ഒരു വാലിനെ ഇങ്ങനെ കർവ് ചെയ്ത് അല്പം ഒന്ന് സ്റ്റൈലാക്കി ഒന്ന് വരച്ചെടുക്കാൻ നോക്കാം. ഓക്കെ, ഞാനിങ്ങനെ വരയ്ക്കുന്നുണ്ട്. വരച്ച് നമുക്ക് പെൻ ടൂൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് വരച്ച് വെച്ച് കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം പുതിയ ലെയർ എടുത്തതിന് ശേഷം നമ്മൾ ആ ലെറ്ററിന് കൊടുത്തതിന് ബ്ലാക്ക് കളർ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനായിട്ട് ആൾട്ട് ഡിലീറ്റ് കൊടുത്താൽ അതേ ബ്ലാക്ക് കളർ കിട്ടും. ഇനി ഞാൻ ഇതിനെ കുറച്ചൊന്ന് മുകളിലോട്ട് വെച്ച് നമുക്ക് അവിടെ നിന്ന് കർവ് ചെയ്ത് തന്നെ വരണം. ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ച് കിട്ടുന്നതിന് വേണ്ടി മാക്സിമം നോക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ആ ഷേപ്പ് കിട്ടുന്ന രീതിക്ക് ഒന്ന് വരച്ച് കളർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പുറത്തേക്ക് തള്ളിയിരിക്കുന്നത് അതേ കണക്ക് തന്നെ പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ച് കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശകലം വീതി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അത്രയും ഭാഗം കൂടി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു അടയാളത്തിനെയും കൂടി നമുക്ക് അതുപോലെ തന്നെ ഒന്ന് വരച്ച് നമ്മൾ ആയുടെ ആദ്യത്തെ വാലിന് കൊടുത്തതുപോലെ തന്നെ ഉള്ളൊരു കർവ് ചെയ്ത് വരച്ചൊരു ഡിസൈനായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി കാണാനൊരു മാച്ചായിട്ട് നിൽക്കും. ഓക്കെ, അതിൻ്റെ പുറത്തേക്കുള്ള ഭാഗങ്ങൾ മാർക്ക് ടൂൾ ഉപയോഗിച്ച് സെലക്ഷൻ ചെയ്ത് ഡിലീറ്റ് ചെയ്തു. കുറച്ച് ഞാൻ മുകളിലേക്ക് വലിച്ചെന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ലെറ്ററിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് പെൻ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് നമുക്കൊന്ന് വരച്ചു കൊടുക്കാമേ. ഓക്കെ, കൺട്രോൾ എൻ്റർ കൊടുക്കുക, സെലക്ഷൻ കൊടുത്തതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് കളർ കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഈ ആയുടെ ഈ താഴേക്കുള്ള ഭാഗത്തിനെ നമുക്ക് ഇങ്ങനെ ഒരു പെൻ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് വരച്ച് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം. വരച്ച് കൊടുത്ത് കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് കളർ കൊടുക്കുക. അതിന് പുതിയ ലെയർ എടുത്തിട്ട് വേണം കളർ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ തന്നെ ഒരു കോപ്പി കൺട്രോൾ ജെ എടുത്ത് കോപ്പി ചെയ്ത് നമുക്ക് ഇവിടേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ ജെ കൊടുത്ത് പേസ്റ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ലെഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നമുക്ക് കൊണ്ടുപോയിക്കാം. അപ്പോൾ ഏതാണ് നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ ഒരു രീതി ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലെ ഒരു ഡിസൈൻ ഞാൻ വരച്ചത് PNG ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ആ ഒരു റൗണ്ടിനകത്ത് നിൽക്കുന്ന രീതിക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം. കൺട്രോൾ ജെ എടുത്ത് കോപ്പി എടുക്കാം, അല്ലെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് നീക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആ കൺട്രോൾ ജെ കൊടുത്ത് കോപ്പി എടുത്ത് ആ താഴെ ആ ഒരു റൗണ്ടിനകത്തും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഒരു റിവാൾഡിൻ്റെ മോഡല് ഞാനിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ആ തീയുടെ, അതായത് ആ വള്ളിയുടെ സ്ഥാനത്ത് നമുക്ക് ഇനി ആ ഒരു ഡിസൈൻ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് കറക്റ്റ് ഒന്ന് അലൈൻമെൻ്റൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് താഴേക്കൊക്കെ ഒന്ന് ഇറക്കിയൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു അശ്വതി എന്ന്. അതിൻ്റെ സ്ഥാനത്ത് ഞാൻ തിരു എന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി തിരു അശ്വതി എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെയും ഞാനൊരു കോപ്പി എടുത്തതിന് ശേഷം കോപ്പി എടുത്ത ഫയലിനെ ലെയറിൽ റാസ്റ്ററൈസ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലും നമുക്ക് ഇതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളെയും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഓക്കെ, ഓരോന്നും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ അശ്വതി എന്നുള്ളതിന് കുറച്ച് താഴേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിനെ വേണമെങ്കിൽ ഗ്രൂപ്പാക്കി മാറ്റിയിടാം. ഇപ്പോൾ തിരു എന്നുള്ളതിനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അശ്വതിയുടെ ഈ ഒരു അടയാളം ഞാൻ അതേ കണക്ക് അതിൻ്റെ കോപ്പി എടുക്കുകയാണേ. അപ്പോൾ അത് മാത്രം ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി കൺട്രോൾ ടി കൊടുത്ത് അതിനെ റൊട്ടേറ്റ് 180 കൊടുക്കുമ്പോഴത്തേക്ക് മുകളിലേക്ക് വരും. ഓക്കെ, ഇപ്പോൾ ആ ഒരു വള്ളിയുടെ മോഡലായിട്ട് നമുക്ക് അതിനെ അവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തിരു എന്നുള്ളതിൻ്റെ വള്ളി അത് കളഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ വരച്ച് വെച്ച ആ ഒരു ഡിസൈനെ ആ ഒരു വള്ളിയുടെ രൂപത്തിൽ നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അക്ഷരങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ അശ്വതിക്ക് അകത്ത് വെച്ചിട്ടുള്ള ഡിസൈൻ പോലെ തന്നെ വേറൊരു ഡിസൈൻ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതേ ഡിസൈൻ നമുക്ക് ഈ ഒരു വള്ളിക്ക് അകത്തേക്ക് കൊണ്ടുവച്ച് കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് കൊടുക്കാം. ഓക്കെ, ആ റൗണ്ടിനകത്ത് നിൽക്കുന്ന രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കണം. കൺട്രോൾ ജി കൊടുത്ത് ഒരു കോപ്പി കൂടെ എടുത്തതിന് ശേഷം രായുടെ അകത്തും അതുപോലെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അടയാളം നമുക്കൊന്ന് മാറ്റി വരച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ കൺട്രോൾ ജി കൊടുത്ത് ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം രായുടെ അടിവശത്തായിട്ട് ആ അടയാളത്തിനെ കൊണ്ടുവച്ച് നോക്കാം. അപ്പോൾ എങ്ങനെ ചേരും എന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഡിസൈൻ വരച്ച് കൊടുക്കുക. അതിനായിട്ട് ഞാൻ റൗണ്ട് എലിപ്റ്റിക് ടൂൾ എടുത്ത് ഒരു ഓവൽ ഷേപ്പാണ് വരയ്ക്കുന്നത്. ഒരു ഓവൽ ഷേപ്പ് വെച്ച് ആ രായുടെ അടിയിൽ വെച്ചതിന് ശേഷം പുതിയ ലെയർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് അതിന് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുക്കുന്നുണ്ട്. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തതിന് ശേഷം ആ റൗണ്ട് സെലക്ഷൻ മാത്രം ഒന്ന് അകത്തേക്ക് ചെറുതാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, ഡിലീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു അടയാളത്തിൻ്റെത് നമുക്ക് അവിടെ ഒരു ഷേപ്പ് പോലെ കിട്ടും. ഇനി ആ രണ്ട് ഇതും കൂടി അതിനോട് ചേർത്ത് വെച്ച് തിരു എന്നുള്ളത് നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ഈ തായുടെ ആദ്യത്തെ വാലിൻ്റെ ഭാഗത്ത് നമുക്ക് വരച്ചു വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആ വള്ളിയുടെ അടിഭാഗത്ത് കൊടുത്തേക്കുന്ന ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ ഡിസൈൻ എത്രത്തോളം നല്ല രീതിക്ക് ആവണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ എങ്ങനെയൊക്കെ ആവണം അവരവരാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു ഭാഗം കൂടി അവിടെയും ഇതേ ഡിസൈൻ കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ വരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ്റെ തന്നെ കൺട്രോൾ ജി കൊടുത്തൊരു കോപ്പി എടുക്കുകയാണ്. അതിനെ ഈ രായുടെ ആദ്യത്തെ വാലിലായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. അവിടെ കൊണ്ടുവച്ചതിന് ശേഷം അപ്പുറത്തേക്കുള്ള ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അതിന് മുമ്പ് അതിന് ചെറുതായിട്ടൊന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഫ്ലിപ്പ് ഹോറിസോണ്ടൽ കൊടുത്ത് ഞാനത് തിരിച്ചതിന് ശേഷം അതിന് ഹൈറ്റ് വേണമെങ്കിൽ ഒന്നല്പം കുറയ്ക്കാം. ഓക്കെ, ഇനി ആ രാ സെലക്ട് ചെയ്തതിന് ശേഷം മാർക്ക് ടൂൾ ഉപയോഗിച്ച് അത്രയും വെളിയിലേക്കുള്ള ഭാഗം മാത്രം സെലക്ഷൻ കൊടുത്ത് ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആ രായുടെ ആദ്യത്തെ വാലിന് അതേ ഒരു ഡിസൈൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ അല്പം കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് നമുക്ക് താ എന്നുള്ള ലെറ്ററിൻ്റെ ആദ്യവും അവസാനവും വേണമെങ്കിലും വയ്ക്കാം. അപ്പം ഞാൻ കൺട്രോൾ ജി കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ആ താ എന്ന ലെറ്ററിൻ്റെ ആദ്യത്തെ വാലിലായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം മാർക്ക് ടൂൾ ഉപയോഗിച്ച് താ സെലക്ഷൻ കൊടുത്ത് അത്രയും ഭാഗം ഡിലീറ്റ് കൊടുക്കാം. വെളിയിലേക്ക് തള്ളിയിരിക്കുന്ന അത്രയും ഭാഗം സെലക്ഷൻ കൊടുക്കാം. ഓക്കെ, അത്രയും ഭാഗം ഞാൻ ഒരുമിച്ച് ട്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജി അടിച്ച് ഗ്രൂപ്പ് ചെയ്തു. ഇനി അശ്വതി എന്നുള്ള ഭാഗം ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് ട്രാഗ് ചെയ്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം കൺട്രോൾ ജി അടിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു ഗ്രൂപ്പ് കൺട്രോൾ ജി കൊടുത്തൊരു കോപ്പിയുടെ എടുത്തതിന് ശേഷം മെർജ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. കൺട്രോൾ ഇ കൊടുത്ത് മെർജ് ഗ്രൂപ്പ് കൊടുത്തു. അതുപോലെ തന്നെ തിരു എന്നുള്ളതിൻ്റെ ഒരു ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട്. കൺട്രോൾ ജി കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം ഒരു കോപ്പി ഹൈഡ് ചെയ്തതിന് ശേഷം ലെയറിൽ മെർജ് ഗ്രൂപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് ഫയലും നമുക്ക് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വർക്ക് ചെയ്ത ഗ്രൂപ്പ് നമ്മൾ ഹൈഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രൂപ്പ് ഞാൻ ഹൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രൂപ്പ് നമുക്ക് ഓക്കെ എന്ന് തോന്നിയത് കൊണ്ട് അതിനെ മെർജ് ചെയ്ത് ലെയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം ഒരു സെൻറ്റർ അലൈൻമെൻറ്റ് വരുന്ന രീതിക്ക് അശ്വതി എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ വരുന്ന രീതിക്ക് ആ തിരു എന്നുള്ളത് കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ഇവിടെ അല്പം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് താഴേക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ ആ വരച്ച ഡിസൈനെ നമുക്ക് താഴേക്ക് ഇറക്കാം. അത്രയും ഭാഗം മാർക്ക് ടൂൾ വെച്ച് സെലക്ഷൻ കൊടുത്തതിന് ശേഷം മൂവ് ടൂൾ എടുത്ത് കീബോർഡിൽ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്ത് താഴേക്ക് നീക്കുമ്പോഴത്തേക്ക് അത് താഴേക്ക് ഇറങ്ങി വരുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. ആ ഒരു ഷേപ്പിനനുസരിച്ച് പെൻ ടൂൾ ഉപയോഗിച്ചൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം തിരു എന്നുള്ള ലെറ്റർ സെലക്ട് ചെയ്ത് ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ട്രാഗ് ചെയ്ത് സെലക്ഷൻ കൊടുത്ത് ഒന്ന് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ലെറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗോൾഡ് പാർട്ടിക്കിൾ കൊടുക്കുന്ന ഈ ഒരു ഭാഗത്ത് ഡബിൾ ക്ലിക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു ലെറ്റർ ഹൈഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അശ്വതി എന്ന് പറയുന്ന ഈ ഒരു ലെറ്ററിനെ അല്ലെങ്കിൽ ഈ ഒരു ലെയറിനെ നമുക്ക് അതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അതിലേക്ക് കൊണ്ടുപോയതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അല്പം ഒന്ന് ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് വെച്ച് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കൺട്രോൾ എസ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗോൾഡൻ ലെറ്റർ സ്റ്റൈല് നമ്മുടെ ഈ ഒരു ലെറ്ററിനും അതുപോലെ തന്നെ കിട്ടുന്നതാണ്. കൺട്രോൾ എസ് കൊടുത്ത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ശേഷം ആ ഗോൾഡ് സ്പാർക്കിൾ എന്നുള്ള ആ ഒരു ഫയൽ എടുക്കാം.
ഫയൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ അശ്വതി എന്ന് പറയുന്ന ആ ലെറ്റർ നമുക്കിവിടെ അതേ കണക്ക് ഗോൾഡൻ ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്ത് ലൈറ്റ് ഈ ലാസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞതിന് ശേഷം ഞാൻ ഈ 3D എന്നുള്ള ഓപ്ഷൻ എടുത്ത് 3D ഓപ്ഷൻ എടുത്തതിന് ശേഷം അതിനകത്തുള്ള ലെയറുകൾ നമുക്ക് ആവശ്യമുള്ള ലെയറുകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ലെയർ നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, ആ ഒരു പുറകിലേക്കുള്ള ആ ഒരു എംബോസിങ് നമുക്ക് ഒരുപാട് വേണ്ട, നമുക്ക് ആവശ്യമുള്ള അത്രയും മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗം അത് എംബോസ് കൊടുത്ത് ആ ലെയറുകൾ ഡിലീറ്റ് കൊടുത്തത്, ഹൈഡ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് കൺട്രോൾ S അടിച്ച് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ഈ ഒരു സാധനത്തിനെ നമുക്ക് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ അശ്വതി എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്മാർട്ട് ഓബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ Ctrl+T കൊടുത്ത് അല്പം കൂടി ഒന്ന് വലുതാക്കി നമ്മുടെ നേരത്തെയുള്ള ആ ഒരു ലെയറിൻ്റെ അതേ വലുപ്പത്തിലാക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അറേഞ്ച് ചെയ്തതിന് വെച്ച ശേഷം ഇനി ഈ തിരു എന്നുള്ളതിനെ നമുക്ക് സിൽവർ സ്റ്റൈലാക്കണം. ഇപ്പോൾ നമ്മൾ ഗോൾഡൻ ആക്കി, അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഹൈഡ് ചെയ്തതിന് ശേഷം ആ തിരു എന്നുള്ളതിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. ഓക്കെ, കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് സെൻറ്ററായിട്ട് വെച്ച് ജസ്റ്റ് ഒരു Ctrl+S കൊടുക്കാം. അതിന് വേണമെങ്കിൽ Ctrl+T കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി വയ്ക്കാം. Ctrl+S കൊടുത്തൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ സിൽവർ സ്പാർക്കിൾ എന്നുള്ള ഫയലിൽ ഈ തിരു എന്നുള്ള ലെറ്റർ അതുപോലെ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അതിൽ നമ്മൾ 3D എന്നുള്ള ലെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ലെയറുകൾ താഴേന്ന് മുകളിലേക്ക് കുറച്ച് ലെയറുകൾ അങ്ങ് നമുക്ക് ഹൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട അത്രയും എംബോസ് മതി എന്നുള്ളതുകൊണ്ട് നമുക്ക് വേണ്ട ഭാഗത്തുള്ള എംബോസ് മാത്രം നിലനിർത്തി ബാക്കി ലെയർ ഹൈഡ് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്ത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ തിരു എന്നുള്ളതും നമ്മുടെ ഫയലിലേക്ക് വന്നിട്ടുണ്ട്. Ctrl+T കൊടുത്ത് അല്പം കൂടി ചെറുതാക്കി നമ്മുടെ ആ ഒരു ഒറിജിനൽ ഫയലിൻ്റെ ആ ഒരു ലെറ്ററിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്കൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. ഒന്ന് ഹൈറ്റൊക്കെ ഒന്ന് കുറച്ച് വിഡ്ത്ത് ഒരല്പം കൂടി ഒന്ന് വലിച്ച് ഓക്കെ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെച്ച് ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലെയർ കളർ എടുക്കുന്നുണ്ട്. കളർ എടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു കളർ കൊടുക്കുകയാണ്, ഒരു ഡാർക്ക് കളർ കൊടുക്കുകയാണ്. അതിപ്പോൾ നമ്മൾ കൊണ്ടുവച്ച ഈ 2 ലെറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഒരു കളർ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തിരു അശ്വതി എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു റൗണ്ട് ഡിസൈൻ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് റൗണ്ട് വരച്ചിട്ടിരുന്നതാണ്. അതിനെ ഇതിനകത്തേക്ക് കൊണ്ടുവച്ച ശേഷം Ctrl+T കൊടുത്ത് ഒന്ന് വലിച്ച് ഒരു ഓവൽ ഷേപ്പാക്കി, ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പാക്കി വച്ചിട്ടുണ്ട്. ഇനി താഴേക്കുള്ള ഭാഗം നമുക്ക് അതിൽ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മാർക്ക് ടൂൾ ഉപയോഗിച്ച് താഴേക്കുള്ള ഭാഗം ഇത്രയും സെലക്ഷൻ കൊടുത്ത് അത് ഡിലീറ്റ് കൊടുക്കുകയാണേ. അത്രയും ഭാഗം ഡിലീറ്റ് കൊടുക്കും. നമുക്ക് ഇത്രയും ഭാഗം മാത്രം മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ താഴേക്കുള്ള ഡിലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം. അതിന് മുമ്പ് ഞാൻ എലിപ്റ്റിക് ടൂൾ എടുത്ത് ഞാൻ ഈ ഇത്രയും ഭാഗത്ത് റൗണ്ട് ഒന്ന് വരയ്ക്കുകയാണ്. റൗണ്ട് വരച്ചിട്ട് ഫുള്ള് കളർ കൊടുക്കണ്ട, നമുക്ക് ആ തിരു എന്നുള്ള ഭാഗം വരുന്ന ഭാഗത്ത് മാത്രം നമുക്ക് കളർ കൊടുക്കാം. അതിന് പുതിയ ലെയർ എടുക്കുക. പുതിയ ലെയർ എടുത്തതിന് ശേഷം അത് നമ്മളിപ്പോൾ കൊണ്ടുവച്ച റൗണ്ടിന് അടിയിലായിട്ടാണ് നമുക്ക് കളർ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു ഡാർക്ക് കളർ, ഒരു ബ്രൗൺ കളറാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. അതിന് ബ്രഷ് ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് മാത്രം ബ്രഷ് ചെയ്ത് കൊടുക്കാം. താഴേക്ക് കളർ വരാത്ത രീതിക്ക് മുകളിൽ മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. താഴേക്ക് കളർ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഡീസെലക്ട് കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഷാഡോ ഒക്കെ കൊടുക്കണം. ഞാനിപ്പോൾ അശ്വതി എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+B എടുത്ത് കളർ ബാലൻസിങ് കൊടുത്തിട്ടുണ്ട്. കളർ ബാലൻസിങ് എടുത്തതിന് ശേഷം കുറച്ച് റെഡും യെല്ലോയും എനിക്ക് അതിൽ ആഡ് ചെയ്യണം. കുറച്ചുകൂടി ഒന്ന് കളർ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡും ആദ്യം കൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെ യെല്ലോയും കൂട്ടുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിനനുസരിച്ചുള്ള കളർ കൊടുത്താൽ മതി. ഹൈലൈറ്റിലും ഞാൻ യെല്ലോ അല്പം കൂട്ടിയിട്ടുണ്ട്. സിൽവർ അത് മതിയാവും. ഇനി ഈ ഒരു കളർ എടുത്തേക്കുന്നതിന് നമുക്ക് അതുപോലെ കളർ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. Ctrl+T കൊടുത്ത് ഞാൻ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ആ തിരു വരുന്നതിൻ്റെ അത്രയും ഭാഗം നിൽക്കുന്ന രീതിക്ക് മാത്രം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാനൊരു ക്ലോത്തിൻ്റെത് എടുക്കുകയാണ്. ഒരു PNG ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് Ctrl+T കൊടുത്ത് അല്പം ഒന്ന് ചെറുതാക്കി ആ ക്ലോത്ത് ഇങ്ങനെ പുറകിലേക്ക് വച്ചതിന് ശേഷം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് ചെയ്യണം. അപ്പോൾ Ctrl+J എടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഒന്ന് തിരിച്ചൊക്കെ വെച്ച് നോക്കാം. എങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴാണോ നമ്മുടെ വർക്കിന് അത് ചേരുന്നത് എന്ന് നോക്കിയതിന് ശേഷം ആ ഒരു രീതിക്ക് അത് സെറ്റ് ചെയ്യാൻ നോക്കുക.
ഇനി നമുക്ക് അശ്വതി എന്നുള്ളതിന് നമുക്ക് ഷാഡോ ഒക്കെ കൊടുക്കണം. ഓക്കെ, തിരു എന്നുള്ളതിന് അതിൻ്റെ അടിയിലുമായിട്ട് ഇപ്പോൾ നമ്മൾ ക്ലോത്ത് കൊണ്ടുവച്ചിട്ടുണ്ടേ. ആ ക്ലോത്ത് നമ്മൾ വച്ചൊന്ന് അലൈൻ ചെയ്തൊക്കെ നോക്കുക. അലൈൻ ചെയ്ത് നോക്കി ഞാൻ അതിൻ്റെ ഏറ്റവും പുറകിലേക്ക് വലിച്ചു വെച്ച് ഇപ്പോൾ ആ ഒരു ഡിസൈനിന് പുറകിലേക്ക് വെച്ചിട്ടുണ്ടേ. ഓക്കെ, ഒരു ലെയർ പുറത്തും അതുപോലെ ഒന്ന് അകത്തും വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചിലമ്പിൻ്റെത്, അതായത് ഒരു തെയ്യത്തിൻ്റെ ഒരു ഫോട്ടോയിൽ നിന്ന് അതിൻ്റെ കാലിലുണ്ടായിരുന്ന ചിലമ്പ് ഞാൻ വരച്ചെടുത്തതാണിത്. PNG ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു വാളിൻ്റെ ഈ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം കൺട്രോൾ T കൊടുത്ത് ഒന്ന് അല്പം കൂടി ഒന്ന് വലിപ്പമൊക്കെ കൂട്ടി അതിൽ ചേരുന്ന രീതിക്ക് കൊണ്ടുവയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ കൺട്രോൾ J കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്ത് ഇവിടെയും അതുപോലെ ഒന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും മാറി വിതറാതെ നമുക്കത് എവിടേക്ക് വെച്ചാലാണോ ചേരുന്നത് എന്ന് നോക്കി അതാത് സാധനങ്ങളിൽ കൊണ്ടുവയ്ക്കുക. ആ ലെറ്ററിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിൽ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൺട്രോൾ T കൊടുത്ത് അല്പം കൂടി ഒന്ന് വലുതാക്കിയൊക്കെ വയ്ക്കാം. ഓക്കെ, ഇനി ആ തിരു എന്നുള്ളതിൻ്റെ ആ ഒരു വള്ളിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിസൈൻ കൊണ്ടുവയ്ക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ കൺട്രോൾ ചെയ്തെടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ആ തിരു എന്നുള്ള വള്ളിയുടെ മുഖത്തും ആ ഒരു ചിലമ്പിൻ്റെ ഇത് കൊണ്ടുവയ്ക്കുകയാണേ. ചിലമ്പല്ല, കാൽത്തള അല്ലേ, എന്താണ് ചിലമ്പാണോ? അപ്പോൾ അതിനുശേഷം ഒരു ലൈറ്റ് ഫ്ലെയർ എടുത്ത് നമ്മളെ വർക്കിലേക്ക് കൊണ്ടുവന്ന് ലെയറിൽ അതിനെ സ്ക്രീൻ കൊടുക്കുകയാണ്. സ്ക്രീൻ കൊടുത്ത് അതിൻ്റെ ബ്ലാക്ക് ഭാഗം കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വതി എന്നുള്ളതിൽ കൊണ്ടുവച്ചതിന് ശേഷം അല്പം കൂടി സൈസ് കൺട്രോൾ T കൊടുത്തൊന്ന് ചെറുതാക്കി നമുക്കൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിൽ വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ലെറ്ററിനൊരു തിളക്കം ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് അത് എല്ലാ സ്ഥലങ്ങളിലും വയ്ക്കാതെ അത് വയ്ക്കുമ്പോൾ എവിടേക്ക് വയ്ക്കുമ്പോഴാണോ അത് ചേരുന്നത് അതാത് സ്ഥലങ്ങളിൽ വയ്ക്കാൻ നോക്കുക. അടുത്തടുത്ത് വയ്ക്കാതെ അല്പം ഒന്ന് ഗ്യാപ്പ് കേട്ട് 2 3 ഒക്കെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് എപ്പോഴും ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് ആ ഒരു തിളക്കം കുറച്ച് ഫീൽ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഒരുപാട് സ്ഥലങ്ങളിൽ വയ്ക്കാതിരിക്കാൻ നോക്കുക. 2 3 ഒക്കെ മതിയാവും. ഓക്കെ, അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ലെറ്ററിന് ആ ഒരു തിളക്കം ഫീൽ ചെയ്യും. ഇനി തിരു എന്നുള്ളതിന് നമുക്ക് അതുപോലെ തന്നെ ഒരു ലൈറ്റ് കൊണ്ടുവയ്ക്കാം. അതിന് മുമ്പ് ഞാനൊരു ലൈറ്റ് എടുത്ത് അതിനെയും നോർമൽ മാറ്റി സ്ക്രീൻ ആക്കുന്നുണ്ട് ലെയറിലെ. ഇനി ഈ ഒരു റൗണ്ട് ഡിസൈൻ നമ്മൾ വച്ചതിലും അതുപോലെ തന്നെ ഈ ഒരു തിളക്കം കിട്ടുന്ന ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിവിടെയും ഞാനിത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ഫ്ലെയർ ആണ് എടുത്തേക്കുന്നത്. ഗൂഗിളിൽ തന്നെ ലൈറ്റ് ഫ്ലെയർ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് കിട്ടുന്നതാണ്. കോപ്പിറൈറ്റ് ഇല്ലാതെ എടുക്കാൻ നോക്കുക. ഇനി സെലക്ട് പിക്സൽ കൊടുത്തതിന് ശേഷം അത് നമ്മൾ നേരത്തെ കൊടുത്ത റൗണ്ടാണ് ഞാൻ ഇപ്പോൾ സെലക്ട് പിക്സൽ കൊടുത്തിട്ടുള്ളത്. കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള റെഡ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഭാഗത്ത് മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ആ മുകൾ ഭാഗത്ത് മാത്രം ഒന്ന് റൗണ്ട് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ഷാഡോ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി അതിനൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്ത് കൺട്രോൾ J കൊടുത്ത് ഒരു കോപ്പിയുടെ എടുത്ത് ഞാൻ അതിനെ ഒന്നുകൂടെ സൈസ് ഒന്ന് ചെറുതാക്കി അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലുപ്പത്തിൽ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്ത് കൺട്രോൾ J കൊടുത്തൊരു കോപ്പി എടുക്കാം. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ടും അതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് ഓവർ ആവാത്ത രീതിക്ക് വയ്ക്കാൻ നോക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫയൽ അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അശ്വതി എന്നുള്ളതിൻ്റെ ഒരു കോപ്പി കൂടി ഞാൻ കൺട്രോൾ J കൊടുത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയിലുള്ള ലെയറിന് നമുക്ക് ഷാഡോ കൊടുക്കാം. അതിന് FXൽ നിന്നും ഡ്രോപ്പ് ഷാഡോ എടുക്കുകയാണ്. ഷാഡോ കൊടുത്ത് ഇപ്പോൾ കുറച്ച് ഡാർക്ക് കളർ കൊടുക്കുന്നതാണ് നമ്മുടെ ആ വർക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടാൻ നല്ലത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാലും കുറച്ചൊരു ഡാർക്കായിട്ടൊരു കളർ കൊടുത്ത് അതിലെ ആംഗിൾ 90 ഡിഗ്രി കൊടുത്ത് സൈസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഒന്നങ്ങ് ബ്ലറായി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. ഓക്കെ, മൂവ് ടൂൾ ഉപയോഗിച്ച് വെളിയിൽ നിന്ന് പുറത്തേക്ക് ഡ്രാഗ് ചെയ്ത് മൊത്തത്തിൽ സെലക്ഷൻ ചെയ്ത് കൺട്രോൾ T കൊടുത്ത് ഞാൻ അതിനെ അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ടൈപ്പ് ടൂൾ എടുത്ത് നമുക്കിവിടെ ഒരു മഹോത്സവം 2025 എന്നുകൂടി കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒരു ഫോണ്ട് തൽക്കാലം ഒരു ഫോണ്ട് എടുക്കാം. ഒരു ഉരുണ്ട ഫോണ്ട് ഞാൻ FML മോഹിനി എന്നൊരു ഉരുണ്ട ഫോണ്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തിരു അശ്വതി വലുതായിട്ട് നിന്നിട്ട് മഹോത്സവം എന്നുള്ളത് കുറച്ച് ചെറുതാക്കി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് കാണാൻ ഒരു വെറൈറ്റി ആയിട്ട് കിട്ടും. സാധാരണ എല്ലാവരും ചെയ്യുന്നത് മഹോത്സവം എന്നുള്ളത് വളരെ വലുപ്പത്തിൽ വയ്ക്കാൻ നോക്കും. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് മഹോത്സവം എന്നത് കുറച്ച് നല്ല വലുപ്പത്തിൽ വയ്ക്കാൻ നോക്കും. തിരു അശ്വതി എന്നുള്ളത് കുറച്ചുകൂടി ചെറുതാക്കി വയ്ക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്.
തിരുവശുദ്ധി എന്നുള്ള കുറച്ച് വലുതാക്കി വെച്ചു, മഹോത്സവം കുറച്ച് ചെറുതാക്കി വെച്ചതിന് ശേഷം മഹോത്സവം 2025 എന്ന് പറയുന്നത് ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് വെച്ചതിന് ശേഷം ലെയറിൽ നോർമൽ മാറ്റി ഞാൻ ഓവർലേ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓവർലേ എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം കൺട്രോൾ ചെയ്തെടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തു, രണ്ടും കൂടി ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് താഴേക്ക് ഇറക്കി വയ്ക്കൂ. ആ വെള്ള ഒരു ലൈറ്റ് കളറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, വെള്ള അത്രയും തെളിഞ്ഞ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഷെയ്ഡ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.